ബിനാമിയുടെ പേരിൽ സ്വത്തുക്കൾ മാറ്റാൻ പോകുന്നതായി ഒരു വിവരം ഞാൻ രഹസ്യമായി അറിഞ്ഞു. ആ ബിനാമിയായി ശങ്കർജി എന്നെ വെക്കണം. അത് വിജയൻ സാറ് മനസ്സ് വെച്ചാൽ നടക്കും. ഏയ് വിജയൻ സർ, വിജയൻ സർ, വെറുതെ വേണ്ട. വിജയൻ സാറിന് എന്ത് ഡിമാൻഡും വെക്കാം, എന്തും. അതല്ലെങ്കിൽ ഭാവിയിൽ നമുക്കെല്ലാം തുല്യമായി പങ്കുവെക്കാം, ശങ്കർജി അറിയാതെ. ക്ഷമിക്കണം, വയസ്സ് 60 കഴിഞ്ഞു. 35 വർഷമായി ശങ്കർജിയോടൊപ്പം കൂടിയിട്ട്. അന്നു മുതൽ അദ്ദേഹം എന്തു ചെയ്താലും അതിൻ്റെ ഒപ്പം നിന്നിട്ടേ ഉള്ളൂ. ഇനി ഈ വയസ്സുകാലത്ത് ശങ്കർജിയെ ചതിച്ചിട്ട് എനിക്കൊന്നും നേടണമെന്നില്ല ഹണി. വിജയൻ സർ, സോറി, എന്നെ വിട്ടേക്ക്. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. ഞാൻ പോകുന്നു. ഹേയ് സർ, ആ കിളവിന് ജീവിതകാലം മുഴുവൻ അടിമയായി കഴിയാനാ ഇഷ്ടം. അടിമയല്ല, ഭക്തൻ. ശങ്കർജിയെ ദൈവത്തെ പോലെ കരുതുന്ന ഭക്തൻ. ഇനിയിപ്പോ എന്ത് ചെയ്യടി? പദ്ധതിയൊക്കെ പൊളിഞ്ഞല്ലോ. അയാൾ ഈ വിവരം ശങ്കർജിയോട് ചെന്ന് പറയൂ. അതയാള് ചെയ്യില്ലെന്ന് വിചാരിക്കാം. പറഞ്ഞാലും ശങ്കർജിയെ കൊല്ലാനൊന്നും അല്ലല്ലോ ഞാൻ പ്ലാൻ ചെയ്തത്. അയാളുടെ ബിനാമി ആവണമെന്നല്ലേ പറഞ്ഞുള്ളൂ. യെസ്, ആ ഒരു പദ്ധതി നമ്മൾ എന്തായാലും കളയണ്ട. നീ പറഞ്ഞ കാര്യം അറിയുമ്പോ ചിലപ്പോ ശങ്കർജി തന്നെ അങ്ങനെ ഒരു തീരുമാനമെടുത്താലോ? ഹേയ്, അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നെങ്കിൽ അത് ശങ്കർജി തന്നെ എന്നോട് പറയേണ്ടതാ. പക്ഷേ വിജയൻ സർ ഒരു വാക്ക് പറഞ്ഞ ശങ്കർജി അനുസരിക്കും. ആ പ്രതീക്ഷ പോയില്ലേ? അങ്ങനെ പോയെന്നൊന്നും കരുതണ്ട. വിജയനെ കയ്യിലെടുക്കാൻ മറ്റു വഴികൾ ആലോചിക്കണം. എന്നുവെച്ചാൽ കുടുംബവും കുട്ടികളും ഒക്കെയുള്ള മനുഷ്യനല്ലേ. ഇത്തരം സ്വകാര്യതകളിൽ വീഴാത്തവൻ കുടുംബത്തെ തൊട്ടുകളിച്ചാ വീഴും. വീഴ്ത്തിയിരിക്കും ഈ ഹണി. വിവേകിത എവിടെയാ? സമയം എത്രയെന്ന വിചാരം? ഞാൻ ഇവിടെ ആഹാരം വിളമ്പി വെച്ച് കാത്തിരിക്കുകയാണെന്ന് ഓർത്തില്ലേ വിവേക്? അറിയാം, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. പിന്നെ താൻ പോയി കിടന്നു, ഞാനിന്ന് വരില്ല. വരില്ലേ? അതെന്താ? എന്താന്ന് തനിക്കറിയില്ലേ? ഇന്ന് അവള് കൈ മുറിച്ചതിന്റെ സങ്കടം അഭിനയിച്ചായിരിക്കും എന്നെ വീഴ്ത്താൻ നോക്കുന്നത്. മീനാക്ഷി, താൻ ഉറക്കൊഴിക്കണ്ട. പോയി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഇവളോട് മാത്രം ഗുഡ് നൈറ്റ് പറഞ്ഞാൽ മതിയോ? മോള് വേറൊരുത്തി കാത്തിരിപ്പുണ്ട്. അവളോട് ആര് ഗുഡ് നൈറ്റ് പറയും? അവളുടെ എല്ലാം കാര്യങ്ങൾ നോക്കാൻ നീ ഉണ്ടല്ലോ, നീ തന്നെ അങ്ങ് പറഞ്ഞേക്കും. ഇതൊരു തരം ചീറ്റിംഗാ. അനു കംപ്ലൈന്റ് ചെയ്ത ഒരു കോടതി ഏട്ടന് വെറുതെ വിടില്ല. പോയി കേസ് കൊടുക്കടി, എങ്കിൽ ഞാൻ രക്ഷപ്പെടും. ഒരു കോടതിയെ മനോനില തെറ്റിയവളോടൊപ്പം ജീവിക്കാൻ വേണ്ടി പറയില്ലടി. നീ കൊണ്ട് കേസ് കൊടുക്ക്. എന്താടി മിണ്ടാത്ത? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതിന്റെ പേരില് നീയും അവളും കൂടി വീണ്ടും മീനാക്ഷി എങ്ങനെ അപകടപ്പെടുത്താൻ വേണ്ടി എങ്ങനെ ശ്രമിച്ചാൽ രണ്ടിനും ഞാൻ കോടതി കയറ്റും. നോക്കിക്കോ നീ. അവക്കേ ഭ്രാന്തുള്ളൂ. അവളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് നീയാണെന്ന് ഞാൻ തെളിയിക്കൂടി. വച്ചിട്ട് പോടി ഫോണ്. മീനാക്ഷി, താൻ ടെൻഷൻ ആവണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. ആ
എക്സ്പ്ലനേഷൻ അല്ല എനിക്ക് വേണ്ടത്. ഇന്ന് ഓഫീസിൽ വരുമ്പോൾ ആ ഫയലുകൾ എനിക്ക് കാണണം. ബാക്കി അതിന് ശേഷം സംസാരിക്കാം. ഗുഡ് മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ്. പപ്പ ഇന്നലെ രാത്രി താമസിച്ചാ വന്നല്ലേ? അതെ, കമ്പനിയിലെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു പറഞ്ഞിരിക്കുക. എല്ലാം ഒന്ന് നേരെയാക്കി എടുക്കണം. ഞാൻ കുറെ സമയം പപ്പയെ വെയിറ്റ് ചെയ്തു. വിവേകേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതെന്താ, അവനെങ്ങോട്ട് പോയി? ആർക്കറിയാം. എന്നോടും അനുവിനോടൊന്നും പറയാറില്ലല്ലോ. കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ആ മീനാക്ഷി ആയിട്ടല്ലേ. അനുവിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മുങ്ങിയതാന്നാ മീനാക്ഷി വിളിച്ചപ്പോ പറഞ്ഞത്. അത് നിനക്കെങ്ങനെ അറിയാം? മീനാക്ഷി നിന്നോട് പറഞ്ഞു? അത് ഏട്ടൻ അവിടെ വിളിച്ചപ്പോ ഫോൺ ഞാൻ പിടിച്ചു വാങ്ങി. ഇതാ നിന്റെ കുഴപ്പം. നീ എന്തിനാ ചാരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നേ? ഇത് ആവശ്യമില്ലാത്ത കാര്യമാണോ പപ്പ? അനുവിന്റെ കാര്യത്തിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? വിവേകേട്ടനും മീനാക്ഷിയും ഇതേ പോക്ക് പോവുകയാണെങ്കിൽ അനുവിനെ നമുക്ക് നഷ്ടപ്പെടും. പപ്പയ്ക്കറിയോ, അവൾ ഇന്നലെ വയലന്റ് ആയി. അതാണ് ചാരു നീ ശ്രദ്ധിക്കേണ്ടത്. അനുവിനെ കൺട്രോൾ ചെയ്യാനാ നീ നോക്കേണ്ടത്, അല്ലാതെ. അപ്പോ പപ്പയുടെ മോനും ആ വേലക്കാരിയും ഇവിടെ എന്തോ ആയിക്കോട്ടെ എന്നാണ് പപ്പയുടെ തീരുമാനം. ചാരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിസിനസ്സിലെ ചില ടെൻഷൻസ്. തൽക്കാലം നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. നീ ചെല്ല്. ആർക്കാ ഇത്? പപ്പയ്ക്ക് നീ ചായ കൊടുത്തല്ലോ. പപ്പ അത് ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചതാ. ഇത് ഞാൻ ചാരുവിനും അനുവിനും വേണ്ടി കൊണ്ടുവന്നതാ. ഓഹോ, അപ്പൊ എന്റെ പപ്പയെ നിന്റെ അടുത്തേക്ക് വരുത്തിക്കാൻ മാത്രം നീ വളർന്നു അല്ലേ? ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. പപ്പ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റും തോന്നുന്നു. ഒരു ചായ വേണോന്ന് തോന്നിയപ്പോ താഴേക്ക് ഇറങ്ങി വന്നതാവും. അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ അമ്മ ഇവിടെ ഇല്ലല്ലോ. മകളാണെങ്കിൽ എഴുന്നേറ്റ് വരുന്നത് നട്ടുച്ചയ്ക്ക്. ദേ, ചൂട് ചായ ദേഹത്ത് വീണാലേ പൊള്ളും. എടി, നീ എന്ത് ധൈര്യത്തിലടി ഈ ചായയുമായിട്ട് അനുവിന്റെ അടുത്തേക്ക് പോകുന്നത്? വിവേകേട്ടന് നീ ഇന്നലെ ഫോണിൽ സംസാരിച്ച കാര്യം ഞാൻ അനുവിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ശവം ഇവിടെ കണ്ടേനെ. ആഹാ, അപ്പൊ നീ പറഞ്ഞില്ലേ? അല്ല, അതെന്തു പറ്റി? ഒരു ദിവസം തന്നെ 2 തവണ അനുവിനെ വയലന്റ് ആക്കണ്ടെന്ന് കരുതിയാണോ? ഇന്നലെ അവൾ എന്നെ കുത്തി മലർത്താൻ വന്നപ്പോ ആയുസിന്റെ ബലം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതല്ല ഞാൻ. നീയും അവളും കൂടി എന്റെ ജീവൻ എടുക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ എടുത്ത മുൻകരുതൽ കൊണ്ടുകൂടിയാ ആ കൊലപാതകം ഒഴിവായത്. ദാ ചായ കുടിക്ക്. ഹലോ. ഓക്കെ ഓക്കെ. എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മീനാക്ഷി? എന്ത് പ്രശ്നം? വിവേക് ചായ കുടിക്കേ. അപ്പോ എന്നെ കടത്തിവെട്ടാൻ തന്നെയാണ് ഹണിയുടെ തീരുമാനം. എന്റെ വെപ്പാട്ടി ആയവൾക്ക് ഇപ്പൊ എന്റെ ബിനാമിയാവണം അല്ലേ? അർഹതയില്ലാത്തത് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവരെ പോലുള്ള മിക്ക സ്ത്രീകളും. ശങ്കർജി ഇതിനെ അങ്ങനെ കണ്ടാ മതി. പിന്നെ എനിക്ക് ശങ്കർജിയിൽ നിന്നും ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. തന്നെ എനിക്കറിയാടോ, ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഒരിക്കൽ എന്റെ വീട്ടിൽ കയറി വന്ന് അവൾ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ഞാനറിയാതെ എന്റെ ബിനാമിയാവാൻ എന്റെ പിയെ തന്നെ കൂട്ടുപിടിച്ചിരിക്കുന്നു. ഇതിങ്ങനെ വിട്ടാൽ നാളെ അവൾ എനിക്കെതിരെ ഇതിലും വലിയ നീക്കങ്ങൾ നടത്തിയെന്ന് വരും. അത് ശരിയാ, ഒന്ന് കടിഞ്ഞാണിട്ട് നിർത്തുന്നത് നന്നായിരിക്കും. എന്നുവെച്ച് പെട്ടെന്ന് അറുത്തെറിയാനൊന്നും നോക്കണ്ട. നമ്മുടെ രഹസ്യങ്ങൾ പലതും അറിയാവുന്നവളാ ഹണി. അവളെങ്ങും പോവില്ല, പോവാൻ ഞാൻ സമ്മതിക്കില്ല. മരണം വരെ എന്നെ അനുസരിച്ച് എന്റെ കൂടെ തന്നെ ഉണ്ടാവും ഹണി.
ഇതുവരെ സ്നേഹം കൊടുത്താണ് നിർത്തിയതെങ്കിൽ ഇനി അങ്ങനെ ആയിരിക്കില്ലെന്ന് മാത്രം. എന്നെ ഒന്നും ചെയ്യില്ലേ. ഞാൻ ശങ്കർജിക്കെതിരെ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ ശങ്കർജിയുടെ ബിനാമി ആകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ അത് ശങ്കർജിയുടെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ? ഞാൻ നിനക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. അതിനപ്പുറം ആഗ്രഹിച്ച അതിനുള്ള ശിക്ഷ മരണമായിരിക്കും. ആ വിജയൻ ശങ്കർജി എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അതാ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ആ ദുഷ്ടൻ നമ്മളെ തമ്മിൽ തെറ്റിപ്പിക്കാൻ നോക്കുക. വിജയനെതിരെ ഒരു അക്ഷരം മിണ്ടരുത് നീ. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറുള്ളവനവൻ. നിന്നെയും എന്നെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നത് അവനല്ല, മറ്റാരോ ഇതിനു പിന്നിൽ കളിക്കുന്നുണ്ട്. അതും നിന്റെ അറിവോടെ. അയ്യോ, എന്തൊക്കെയാ ശങ്കർജി പറയുന്നത്? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ എന്റെ മേൽ ആരോപിക്കല്ല. ശങ്കർജിയിൽ നിന്ന് പിരിഞ്ഞു പോകാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ കുഞ്ഞിനെ പ്രസവിക്കാൻ ആഗ്രഹിക്കും. എനിക്ക് ശങ്കർജിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അതിന് കിട്ടിയ സമ്മാനമായത്. ഞാൻ സഹിച്ചോളാം. ഇത് നിനക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാ. ശങ്കർജിയെ തിരിഞ്ഞു കൊത്താൻ നോക്കിയാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഇതിലൂടെ നീ പഠിക്കണം. ഇല്ലെങ്കിൽ പപ്പയുടെ ബിസിനസ് ഫയലുകൾ എന്തിനായിരിക്കും അവള് നോക്കിയത്? പപ്പയുമായി അടുക്കാനുള്ള മീനാക്ഷിയുടെ ശ്രമവും ഇതും ചേർത്ത് വായിക്കുമ്പോൾ എന്തോ ഉദ്ദേശം അവൾക്കുള്ളതായി കരുതണം. പപ്പ എന്തെന്ന് നേരത്തെ ബിസിനസ് ഇഷ്യൂസ് ഒക്കെ തീർന്നോ? തീരാനോ? 1-2 ഫയലുകൾ എടുക്കാൻ മറന്നു. അത് എടുക്കാൻ വേണ്ടി വന്നാ. എനിക്ക് തോന്നി പപ്പ എടുത്തു വെച്ച ഫയലുകള് ഇവിടുത്തെ സെർവന്റ് പരിശോധിക്കുന്നത് കണ്ടു. എന്റെ ഫയലുകൾ എടുത്ത് പരിശോധിക്കാൻ മാത്രം ധൈര്യമുള്ള ഏത് സെർവന്റ് എവിടെ ഉള്ളത്? മീനാക്ഷി, അല്ലാതെ വേറെ ആര്? ഇനി എല്ലാം പരിശോധിക്കാനുള്ള പെർമിഷൻ പപ്പ അവൾക്ക് കൊടുത്തിട്ടുണ്ടോ? ചാരു, നീ നിന്റെ പപ്പയെ ഇത്തരം നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യരുത്. വളരെ സീരിയസ് ആയി ഇഷ്യൂസിന് പുറകെ ഓടിക്കൊണ്ടിരിക്കുക ഞാൻ.
എന്നോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം ഇനി നീ എന്നോട് പറഞ്ഞാൽ മതി. എന്റെ പപ്പ എന്നതിനേക്കാൾ ഉപരി ശങ്കർജി എന്ന ബിസിനസ്മാന് എന്റെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അത് പപ്പ തന്നെ ഇല്ലാതാക്കുമെന്നാ തോന്നുന്നത്. എന്നാലും പൂ പോലെ മൃദുലമായ നിന്റെ ഈ മുഖത്ത് ഇത്ര നികൃഷ്ടമായി കൈവയ്ക്കാൻ അവന് തോന്നിയല്ലോ. ഇതിനവൻ അനുഭവിക്കണോടെ. നീ ഒരു വാക്ക് പറഞ്ഞ ശങ്കർജിയെ പീഡന കേസിൽ നമുക്ക് അകത്താക്കാം. സമൂഹത്തിന്റെ മുന്നിൽ അവനെ നാറ്റിക്കാം. ഹേയ്, എന്നെ പോലൊരു പെണ്ണിനെ പീഡിപ്പിച്ചതിന് ശങ്കർജിയെ പോലെ ഒരാളെ ഒരു പോലീസും പിടിച്ചകത്തിടാൻ പോകുന്നില്ല. അങ്ങനെയൊരു നീക്കം നടത്തിയാൽ നാറാൻ പോകുന്നത് അയാളല്ല, നമ്മളാ. അപ്പോ അയാൾ ചെയ്തതൊക്കെ കണ്ണുമടച്ച് സഹിക്കാനാണോ നിന്റെ തീരുമാനം? അല്ല, പകരം വീട്ടണം, മധുരമായി. അതിനയാൾ നിന്റെ അടുത്ത് ഇനി വന്നെങ്കിലല്ലേ? അതൊക്കെ ഞാൻ വരുത്തിക്കോളാം. ശങ്കർജിയുടെ വീക്ക് പോയിന്റ് അയാളുടെ ഭാര്യയേക്കാൾ നന്നായി പഠിച്ചു വെച്ചിരിക്കുന്നവളാ ഞാൻ. അത്ര എളുപ്പമൊന്നും അയാൾക്ക് എന്നെ വിട്ടുപോകാനാവില്ല. ശങ്കർജിയുമായി കോംപ്രമൈസ് ചെയ്യാനായിരുന്നെങ്കിൽ പിന്നെന്തിനാ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞത്? എനിക്ക് അയാൾ നിന്നോട് കാണിച്ചതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല കണി. അയാൾ അടുത്തെത്തുന്നതിന് മുമ്പ് നീ എന്റെ പെണ്ണാ. ആ സ്നേഹം ഇപ്പോഴും എനിക്ക് നിന്നോടുണ്ട്. എനിക്കറിയാം റോണി, ഈ മനസ്സ്. തനിക്കിപ്പോ എന്താ വേണ്ടേ? തന്റെ ഹണിയെ തല്ലിയവനെ തിരിച്ചു തല്ലണോ? അതെ, നീ സമ്മതിച്ചാൽ ഞാൻ അയാളെ തല്ലും. അത് വേണ്ട. നേരിട്ടൊരു ഏറ്റുമുട്ടൽ തൽക്കാലം വേണ്ട. തന്റെ കണക്കിൽ ശങ്കർജിക്ക് ഒരു ഇരുട്ടടി കൊടുക്കാം. അതിന് പറ്റിയ ആളെ ഏർപ്പാടാക്കിക്കും. പണം ഞാൻ തരാം. നമ്മളാണ് അതിന് പിന്നിലെന്ന് ആരും അറിയാതിരുന്നാ മതി. അങ്ങനെയാണെങ്കിൽ ശങ്കർജിയെ കുത്തിമലത്താനുള്ള കൊട്ടേഷൻ കൊടുത്താലോ? അതിന് പറ്റിയ ആളെ ഏർപ്പാടാക്കിക്കും. പണം ഞാൻ തരാം. നമ്മളാണ് അതിന് പിന്നിലെന്ന് ആരും അറിയാതിരുന്നാ മതി. അങ്ങനെയാണെങ്കിൽ ശങ്കർജിയെ കുത്തിമലത്താനുള്ള കൊട്ടേഷൻ കൊടുത്താലോ? ഏയ്, അയാളെ പെട്ടെന്ന് അങ്ങനെ തീർത്തു കളഞ്ഞാൽ നമുക്കും ചില നഷ്ടങ്ങൾ ഉണ്ടാവും. അത് വേണ്ട. എന്നെ തല്ലിയ ആ കൈകൾ രണ്ടും അടിച്ചൊടിച്ചാ മതി. എന്നിട്ട് വേണം കൈക്ക് സ്വാധീനമില്ലാത്ത ശങ്കർജിക്ക് എനിക്ക് ഒരു നേരത്തെ ആഹാരം വാരിക്കൊടുക്കാൻ. എന്താ വിവേക്? ആ മീനാക്ഷി, ഞാൻ പോവാ. നാളെ വരൂ. നിന്നോട് ചിലപ്പോൾ നേരിട്ട് യാത്ര ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. അതാ പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞത്. എന്താ വിവേകി പറയുന്നേ? എവിടെ പോയി രാത്രിയില്? ആ, അത് പെട്ടെന്നൊരു ബിസിനസ് മീറ്റിംഗ്. അനുവിനോട് പറയാൻ പോകുന്നത് അതാ. ഈ രാത്രി അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. ഹലോ മീനാക്ഷി. ഏയ് മീനാക്ഷി.
ഇത് വലിയ സങ്കടമുള്ള കാര്യമാണല്ലോ വിവേക്. ഞാനിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോ വിവേക് കിടക്കാൻ ഇടമില്ലാതെ ഓടി നടക്കാന്ന് ഏയ് പറഞ്ഞാ. എടോ, താനിത് മനസ്സിൽ കൊണ്ട് നടക്കൊന്നും വേണ്ട. ദേ, തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ്. ആ, അങ്ങനെ കരുതിയാൽ മതി. ചിരിച്ച് ചിരിക്ക്. എന്താടോ? ദേ, ഞാനൊന്ന് ഇറങ്ങട്ടെ. അനു ചാരുവിന്റെ മുറിയില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തടി ഊരണം. ഓക്കെ?